മാനസികമായും ശാരീരികമായും എപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത്. നന്നായിട്ട് സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചങ്കിനകത്തൊരു വേദന നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ പെട്ടെന്ന് പേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈകളും കാലുകളും തളരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ നന്നായിട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ബ്ലഡ് പ്രഷർ കൂടിക്കൊണ്ട് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകുന്നവരും നമ്മുടെ പരിചയത്തിൽ തന്നെ ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ചിന്തകൾ മൂലം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. പക്ഷേ ചിരിക്കുമ്പോൾ എന്താണ് നമുക്ക് ഉപയോഗമായി വരുന്നത്, അല്ലെങ്കിൽ ചിരി എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? പലരും പറയാറുണ്ട് ചിരി ആയുസ് കൂട്ടും, ചിരി ആരോഗ്യം കൂട്ടുമെന്ന്. ഇതിന് പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ ചിരിക്കുമ്പോൾ സെറോട്ടോണിൻ അതുപോലെ ഡോപ്പമിൻ എന്ന് പറയുന്ന രണ്ട് ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നമ്മൾ എപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കാനും നമ്മുടെ ശരീരം എപ്പോഴും പോസിറ്റീവായിരിക്കാനും അതുപോലെ നമ്മളെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കാനും അതുപോലെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനും ഈ രണ്ട് ഹോർമോൺസ് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. സങ്കടം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും പേടിക്കുമ്പോഴും ഇതെല്ലാം നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ സന്തോഷത്തിലിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ, നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോൾ എൻ്റെ ശരീരം എത്രത്തോളം ഹാപ്പിയാണ്, എത്രത്തോളം ഉന്മേഷമാണ് എന്നുള്ള കാര്യം. ക്യാൻസർ വാർഡിലെ ചിരി എന്ന ഇന്നസെന്റ് സാറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ക്യാൻസർ എന്ന മഹാരോഗത്തെ തന്നെ തോൽപ്പിക്കുവാൻ ഒറ്റമൂലിയായി തിരഞ്ഞെടുത്തത് ചിരിയാണ്. നമുക്കും ഉണ്ടാവും കുറച്ച് ഒറ്റമൂലികൾ. എന്തെങ്കിലും ഒരു ചെറിയ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും കുറച്ച് ഒറ്റമൂലികൾ ഉണ്ടാവും. വല്ല പനിയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ ഒരു ചുക്ക് കാപ്പിയോ കഴിച്ചുകൊണ്ട് നമ്മൾ ആ രോഗത്തെ നമ്മൾ മാറ്റാറുണ്ട്. വളരെ എളുപ്പം തന്നെ നമുക്കത് മാറിക്കിട്ടുകയും ചെയ്യും. പക്ഷേ ആ ഒരു ചെറിയ രോഗം വരുമ്പോൾ മാത്രമാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യുന്നത്. ഇത് നമ്മൾ സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടെയോ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പനിയോ ജലദോഷമോ നമ്മുടെ ശരീരത്തെ ബാധിച്ചു കൊള്ളണമെന്ന് തന്നെ ഇല്ല. അതുപോലെ തന്നെയാണ് ചിരിയുടെ പ്രാധാന്യവും. നമ്മൾ എപ്പോഴും ചിരിച്ച് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഹോർമോണുകൾ ഒരുപാട് പ്രൊഡ്യൂസ് ആവുകയും നമ്മൾ പലപ്പോഴും സങ്കടത്തിലും ദേഷ്യത്തിലും പേടിപ്പെടുമ്പോഴും നമ്മളറിയാതെ തന്നെ നമ്മളെ ശരീരത്തെ ആ രണ്ട് ഹോർമോൺസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സറിഞ്ഞ് ചിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തും അതുപോലെ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോഴും നമ്മുടെ മുഖത്തൊരു ഉന്മേഷവും ഒരു പോസിറ്റീവ് എനർജിയും ഫീൽ ചെയ്യും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് ചിരിക്കുന്നവരെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും അവർ നല്ല ഹാപ്പിയാണ്, അവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് എന്നൊക്കെ. ഇതെല്ലാം അവരുടെ ചിരി കൊണ്ട് വരുത്തി തീർത്തതാണ്. അവരെപ്പോഴും അവരുടെ മുഖത്തും മനസ്സിലും ഒരു പുഞ്ചിരി നിലനിർത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നമുക്ക് അവരെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മളും നമ്മുടെ മനസ്സിലും മുഖത്തും ഒരു മനസ്സറിഞ്ഞുള്ള ഒരു ചിരി നമ്മൾ എപ്പോഴും നിലനിർത്തുക, മനസ്സറിഞ്ഞ് ചിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും എപ്പോഴും ഹാപ്പി ആയിരിക്കാനും എപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കാനും അത് വളരെയധികം നമ്മളെ സഹായിക്കും. നമുക്ക് ഇടയ്ക്കുണ്ടാവുന്ന മാനസിക സമ്മർദ്ദം വരെ ഈ ചിരി കൊണ്ട് നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചിരിക്കുക, മനസ്സറിഞ്ഞ് നമ്മൾ ചിരിക്കുക. നമ്മുടെ ചിരി കണ്ട് മറ്റുള്ളവർ അസൂയപ്പെടുന്ന രീതിയിൽ നമ്മൾ ചിരിക്കുക. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് ദ സീക്രട്ട് എന്ന പുസ്തകം വായിച്ചതിന് ശേഷമാണ്. നിങ്ങളും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ദ സീക്രട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.